വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇത് പാർട്ട് 2 വീഡിയോ ആണ്, അതായത് ലാസ്റ്റ് പാർട്ടാണ് നമ്മുടെ ട്രാവൽ വ്ളോഗിൻ്റെ. മസനഗുഡി വഴി ഊട്ടിയിൽ പോകുന്നതായിരുന്നു ആദ്യം വീഡിയോ ഇട്ടിട്ടുള്ളത്. ഇനി ഊട്ടിയിലെ സ്ഥലങ്ങളും ഇവിടെ നിന്ന് നമ്മളിനി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ശബ്ദമൊക്കെ ഒന്ന് പോയി കിടക്കുകയാണ്. ചെറിയൊരു ത്രോട്ട് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഫുൾ റെഡി ആയിട്ടില്ല. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ആദ്യം വന്നത് ഇവിടുത്തെ ഫ്ലവർ ഗാർഡനിലാണ്. ഊട്ടിയിലെ കുറേ പൂക്കളും പച്ചപ്പും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ ബാംഗ്ലൂരിലൊക്കെ ബൊട്ടാനിക്കൽ ഗാർഡൻ ഇല്ലേ, അതുപോലെയൊക്കെയുള്ള ഒരു വൈബായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു അത്രയും ഫ്ലവേഴ്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തോ ഞാൻ തീരെ ഉള്ളിലോട്ട് നടന്നു പോയില്ല. ഈ ഒരു ഏരിയയാണ് കയറി നേരെ ലെഫ്റ്റ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ആദ്യം നമ്മൾ കണ്ട് വന്നത്. ഇവിടുത്തെ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ കണ്ടുവരാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഫ്ലവേഴ്സും പുതിയ പുതിയ ചെടികളൊക്കെ വീട്ടിലൊക്കെ മേടിക്കണം അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഒക്കെ വന്ന് കാണാൻ പറ്റുന്ന ഒരു ഇതാണ്. നമുക്ക് എടുക്കാനൊന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ തൊടാനൊന്നും പറ്റില്ല, പക്ഷെ നമുക്ക് ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ടു പോകാം. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനൊരു പാർക്കുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഫുൾ പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനൊരു പാർക്ക്. ഇത് തന്നെയാണ് നടക്കുമ്പോൾ ഫുള്ളുള്ളത്. അപ്പോൾ ഞാൻ അധിക നേരം അവിടെ ഇരുന്നില്ല. ഇപ്പം ഞാൻ ഇരിക്കുന്നത് ഊട്ടിയിലൊരു ആശുപത്രിയിലാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് തീരെ വയ്യായിരുന്നു എന്ന് ലാസ്റ്റ് വീഡിയോയിൽ. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് അവിടെ കൺസൾട്ട് ചെയ്തു. മരുന്നും ഇഞ്ചക്ഷനൊക്കെ തന്നു അവർ. എന്നിട്ട് ഓപ്പോസിറ്റുള്ളൊരു കടയിൽ കയറി ചായ കുടിക്കാൻ കയറി. എന്തിൻ്റെ അഹങ്കാരമാണെന്ന് നോക്കണേ. വയ്യാതെ ആയിട്ടാണ് ആശുപത്രി കയറിയത്, എന്നിട്ട് അപ്പം തന്നെ കടയിൽ കയറി. ഇല്ല കേട്ടോ, ഞാൻ വേറൊന്നും കഴിച്ചില്ല. അത് ഈ ഒരു കട്ടൻ ചായ മാത്രമേ കുടിച്ചോളൂ. വയ്യാത്തതുകൊണ്ട് കട്ടൻ ചായ എങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ച് കുടിച്ചാണ്. അമ്മ ആ ബ്രെഡ് പക്കോടയൊക്കെ മേടിച്ച് കഴിച്ചു. എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, ഞാൻ ഫുള്ളി ടയേർഡായി. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഇന്നലെ നമ്മൾ കയറി ഇന്നിങ്ങി എത്തി, പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ സംഭവിച്ചു. എനിക്ക് തീരെ വയ്യായിരുന്നു. ഇഞ്ചക്ഷനൊക്കെ എടുത്തപ്പോൾ ഓൾമോസ്റ്റ് ഓക്കെ ആയി. അങ്ങനെ ഞാൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഞങ്ങൾ വിചാരിച്ചു ഇവിടുത്തെ ചോക്ലേറ്റ് ഫാക്ടറിയിലൊന്ന് പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 8 മണിയായി. അപ്പോൾ ഈ ഒരു ഒറ്റ ചോക്ലേറ്റ് ഫാക്ടറി മാത്രമേ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളൂ. നമ്മൾ ഓർത്തു ഫാക്ടറി തന്നെ പോവാം, എന്നിട്ട് അവിടെ ചോക്ലേറ്റ് മേടിക്കാമെന്ന്. പക്ഷേ ഫാക്ടറീസ് എല്ലാം ക്ലോസ് ആയി, രാത്രി ആയല്ലോ. അങ്ങനെ നമ്മൾ ഈ ഒരു സ്ഥലം മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇവിടെ ചോക്ലേറ്റ് ഫാക്ടറി കയറുന്നതിന് മുന്നേ നമ്മൾ ഓർത്തു ഇങ്ങനെ കുറച്ച് ഹാൻഡ് ക്രാഫ്റ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചുമ്മാ ഒന്ന് പോയി കണ്ടു നോക്കാം. ഇങ്ങനത്തെ കുറേ ഷോ പീസും കാര്യങ്ങളും വുഡൻ ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചുമ്മാ നമ്മളിങ്ങനെ കണ്ട് വരാണ്. അതിനുശേഷം നമ്മളതേ ചോക്ലേറ്റ് മറ്റേ ഫാക്ടറി എന്ന് പറഞ്ഞിട്ടില്ലേ, അവിടെ കയറി. എന്നിട്ട് നമ്മളിവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചു. ട്രൈ ഒക്കെ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ ട്രൈ ഒക്കെ ചെയ്തിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റൊക്കെ മേടിച്ചു. അതൊക്കെ മേടിച്ചതിന് ശേഷം നമ്മൾ ഓർത്ത് ഇനി ഫുഡ് കഴിക്കാൻ പോകാമെന്ന്. ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് പാരഡൈസിലാണ്. ഇവിടെ ഊട്ടിയിലൊരു പാരഡൈസ് ഉണ്ട്, അപ്പം അങ്ങോട്ടേക്ക് വന്നു. എനിക്കാണെങ്കിൽ വയ്യാത്തതുകൊണ്ട് അധികം ഹെവി ആയിട്ടുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല. ഡോക്ടർ പറഞ്ഞു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കുക,
ഡൈജസ്റ്റ് ആവുന്നത് ഇന്നൊരു ദിവസത്തേക്ക്. അപ്പോൾ നല്ലൊരു റെസ്റ്റോറൻറ്റിലാണ് വന്നത്, നോൺ വെജ് റെസ്റ്റോറൻറ്റിലാണ് വന്നത്. പക്ഷേ വയറ്റ് ഭാഗ്യമില്ല എന്ന് പറയുന്ന പോലെ എന്ത് ചെയ്യാനാണ്. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തത് കേർഡ് റൈസ് ആയിരുന്നു. ബാക്കി എല്ലാവരും എനിക്ക് തോന്നുന്നു അവർ നോൺ വെജും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ഒരു സിമ്പിളായിട്ടുള്ളൊരു കേർഡ് റൈസ് ഓർഡർ ചെയ്തു. എനിക്ക് കേർഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. എനിക്കൊരു പിക്കിളും കേർഡ് റൈസും തന്നു. അവർ ഈ പൊറോട്ട, നാൻ, ചിക്കൻ്റെ പല വെറൈറ്റീസ്, മട്ടനൊക്കെ ഓർഡർ ചെയ്തെന്ന് തോന്നുന്നു. അതൊക്കെയാണ് കഴിച്ചത്. ഞാൻ കേർഡ് റൈസൊക്കെ കഴിച്ചു. അങ്ങനെ റൂമിൽ പോയി നല്ല റെസ്റ്റ് എടുത്തു. പിറ്റേന്ന് രാവിലെ ഒരു 6 മണിയാകുമ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല എന്നുള്ളൊരു സത്യം ഞാൻ മനസ്സിലാക്കി. വേറെ പ്രത്യേകിച്ച് ഒരുപാടൊന്നുമില്ല. ലേക്കുണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് ഒരുപാടൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നമ്മൾ ഓർത്തു ഇവിടെ നിന്ന് ഇനി നമുക്ക് കൊടൈക്കനാൽ പോകാമെന്ന്. എനിക്ക് തോന്നുന്നു വയ്യാതെ കൂടെ ആയതുകൊണ്ട് അധികമൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. എനിക്കിതൊക്കെ കണ്ടിട്ട് ചിരിയാണ് വരുന്നത്, എൻ്റെ കോലം കണ്ടിട്ട്. ഞാൻ എന്തൊക്കെയൊക്കെയോ അവിടെ നിന്ന് കാണിക്കുകയാണ്. പോട്ടെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്. സോക്സ് ഇട്ടിട്ട് അതിൻ്റെ പുറത്തോട്ട് ഷൂസ് ഇടുന്നതിന് വരെ ചെരുപ്പൊക്കെ ഇട്ട് ഒരു കോമഡി ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇനി അവിടെ നിന്ന് കയറി നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ കൊടൈക്കനാലാണ് പോകുന്നത്. ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് കൊടൈക്കനാലും പോകുന്നത്. അവിടെ കുറേ കാണാനുണ്ടായിരിക്കും എന്നുള്ളൊരു ഇതോടെ. ഊട്ടി എനിക്കധികം ഇഷ്ടപ്പെട്ടില്ല. ഇനിയൊരു വരവ് ഞാൻ ചിലപ്പോൾ ഊട്ടിക്ക് വരുന്നുണ്ടാവില്ല. ഇനി അറിയില്ല, എന്തെങ്കിലും കാരണത്താൽ ഇവിടോട്ട് വരേണ്ടി വരുമെന്ന്. പക്ഷേ ഞാനായിട്ട് പ്ലാൻ ചെയ്ത് എന്തായാലും ഊട്ടിക്ക് ഒരു ട്രിപ്പ് ഇനിയില്ല. അങ്ങനെ നമ്മൾ ഹൈ റേഞ്ച് എല്ലാം ഇറങ്ങിയിട്ട് അവിടെ ഒരു ഫുഡ് കഴിക്കാനൊരു റെസ്റ്റോറൻറ്റ് കയറി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ സത്യ എന്ന് പറയുന്നൊരു ഹോട്ടലാണ് വന്നത്. നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു, നല്ല ഫുഡായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തത്. ഇഡ്ഡലി, ചമ്മന്തി, പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ടേസ്റ്റായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി കഴിച്ചു. പിന്നെ കോഫി ഓർഡർ ചെയ്തു. എനിക്ക് പുറത്തിറങ്ങിയ ചായയും കോഫിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലാണെങ്കിൽ ഇതൊന്നും അങ്ങനെ കുടിക്കത്തില്ല. അങ്ങനെ കോഫി കഴിച്ചു, പിന്നെ കോഫി കുടിച്ചു. പിന്നെ ഇഡലി കഴിച്ചതിന് ശേഷം നമുക്ക് വട കൂടെ തരുന്നുണ്ടായിരുന്നു, ചൂട് വടയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. അതിന് ശേഷം നമ്മൾ ഇറങ്ങാൻ നേരത്ത് അവിടെ കുറച്ച് മിഠായിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ മേടിച്ചു. എനിക്കൊന്ന് ഓറഞ്ചിൻ്റെ പോലത്തെ എന്തോ ഒരു മിഠായിയാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ മേടിച്ച് നമ്മൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. യെസ്, അപ്പോൾ തമിഴ്നാട്ടിൽ ഒരുപാട് നല്ല വഴികളിലൂടെയാണ് നമ്മളിപ്പോൾ പോയത്. ഊട്ടിക്ക് വന്ന വഴികളല്ല. കാര്യം ഊട്ടിക്ക് ഓൾമോസ്റ്റ് 3/4 ഭാഗവും കേരളം കഴിഞ്ഞാണല്ലോ നമ്മൾ കയറി വന്നത്. അപ്പം അങ്ങനെ ഒരുപാട് തമിഴ്നാട് നമ്മളങ്ങനെ കണ്ടില്ല. അതും കുറച്ച് രാത്രിയൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ നമ്മൾ പകൽ നല്ല റോഡും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഹൈവേ ഒക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ വഴിയിൽ നിർത്തി ഇവിടെ നിന്ന് കരിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് കരിക്കടയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചേട്ടൻ്റെ അടുത്ത് നമ്മൾ കരിക്ക് മേടിച്ചു. കരിക്കൊക്കെ നമ്മൾ ഇങ്ങനെ റോഡ് സൈഡിൽ നിന്ന് കരിക്കൊക്കെ കുടിക്കുകയാണ്. അങ്ങനെ നമ്മൾ കൊടൈക്കനാൽ എത്താറായപ്പോൾ എനിക്ക് അത്യാവശ്യം എക്സൈറ്റ്മെൻ്റ് ഒക്കെ വന്നു തുടങ്ങി. ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ ഫുൾ കോടമഞ്ഞ് കൊണ്ടിങ്ങനെ നിറയുന്ന അവസ്ഥ അങ്ങോട്ട് പോകും തോറും. അപ്പോൾ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയി. വേറെ ഒന്നുമില്ലെങ്കിൽ ഇവിടെ മഞ്ഞെങ്കിലും ഉണ്ടെന്നുള്ളൊരു സത്യം ഞാൻ മനസ്സിലാക്കി. തണുപ്പ് മാത്രമല്ല, ആ ഒരു വ്യൂ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അത് ആ ഒരു കൊടൈക്കനാലിൽ പോകുന്ന ഒരു വഴി, അതും കാറിലും കൂടെ ആയതുകൊണ്ട് കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റി. നമ്മൾ ബസ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് അധികം കാണാം, പക്ഷെ എന്നാലും നമുക്ക് ഈ ഫ്രണ്ട് വ്യൂ ഒന്നും അധികം കിട്ടത്തില്ല, സൈഡ് മാത്രമേ കിട്ടൂ. ഇതിപ്പോൾ കാറായതുകൊണ്ട് ഫ്രണ്ടിലെ വ്യൂവും സൈഡ് വ്യൂവും ഒക്കെ ഇങ്ങനെ കാണുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു.
അങ്ങനെ നമ്മളിതേ കൊടൈക്കനാൽ ടോപ്പിലെത്തി, നമ്മുടെ ഹോട്ടലിലെത്തി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഹോട്ടൽ. കുഴപ്പമില്ലായിരുന്നു, നോർമൽ സ്റ്റേ ആയിരുന്നു, നല്ലതായിരുന്നു. അങ്ങനെ ഒരുപാടൊന്നും നമുക്കില്ലായിരുന്നു, ഒരു ദിവസം സ്റ്റേ ചെയ്യാനുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എത്തിയ ഉടനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ലഗേജൊക്കെ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ അപ്പം തന്നെ ഇറങ്ങി. ഇവിടുന്ന് നമ്മൾ ആദ്യം പോകുന്നത് ഗുണ കേവിലേക്കാണ്. ഇവിടെ വന്നിട്ട് ഒരിടത്ത് പോയില്ലെങ്കിലും ഗുണ കേവിലെങ്കിലും പോകണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഒരു ദിവസമേ കൊടൈക്കനാലും ഉള്ളൂ നമുക്ക്. അപ്പോൾ പിന്നെ ഇവിടെ എന്തായാലും പോകണം എന്നുള്ള പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ആദ്യം തന്നെ ഗുണ കേവിൽ പോയി. ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ മഞ്ഞുമേൽ ബോയ്സൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ആ ഒരു വഴിയും ആ പല സീൻസും ഒക്കെ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് മനസ്സിലോട്ട് വരായിരുന്നു. അപ്പം നമ്മളിതേ എൻട്രൻസ് ടിക്കറ്റൊക്കെ എടുത്തിട്ട് കയറാനായിട്ട് പോവാണ്. ഇപ്പം ഈ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് അവരിങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്, ആ ഒരു എൻട്രൻസിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മളിതേ അകത്തോട്ട് കയറുകയാണ്. അപ്പം അമ്മയ്ക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു. അതിനുശേഷം നമ്മളത് ഈ ഒരു സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇതെല്ലാം നമ്മുടെ സിനിമയിൽ അതുപോലെ ഉണ്ട്. അപ്പം ഞാനിതെല്ലാം ഈ വഴി പോകുമ്പോഴെല്ലാം അമ്മയുടെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞ് പോവാണ്, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നല്ല രസമുള്ള സ്ഥലമായിരുന്നു. നല്ല കുറേ നേരം നമുക്ക് അവിടെ ഇരിക്കാനൊക്കെ തോന്നുന്നൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മളിതേ കൊടൈക്കനാൽ ലേക്ക് സൈഡിൽ വന്നിട്ടുണ്ട്. അപ്പം ഇതൊരു എന്താ പറയുക, സ്ട്രീറ്റും ഒക്കെ ചേർന്നിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് കടകളുണ്ട് ഈ ലേക്കിന് ചുറ്റും. അപ്പം നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് ഇറങ്ങി. ലേക്കിൽ നമ്മൾ ബോട്ടിങ് പോകുന്നില്ല, ഓൾറെഡി അവിടെ കുറച്ച് തിരക്കുണ്ട്. അത് മാത്രമല്ല നമുക്ക് പ്രത്യേകിച്ച് ബോട്ടിങ് ചെയ്യാനായിട്ട് തോന്നിയില്ല.
നമ്മൾ അതിൻ്റെ അടുത്ത് കുറച്ചിങ്ങനെ ആക്ടിവിറ്റീസൊക്കെ ഉള്ളൊരു കുഞ്ഞ് ഗെയിമിംഗ് സെഷൻ പോലത്തെ ഒരു സ്ഥലം കണ്ടു. അപ്പോൾ നമ്മൾ ഓർത്ത് ചുമ്മാ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന്. അപ്പോൾ ആദ്യം ഉണ്ടല്ലോ എൻ്റെ ചേച്ചിയുടെ മോൻ, അപ്പം അവന് ഇഷ്ടപ്പെടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം നമ്മൾ ഓർത്തു അങ്ങോട്ടൊക്കെ പോയി ജസ്റ്റ് ഒന്ന് നോക്കാം എന്നങ്ങനെ ഞങ്ങൾ ഓർത്തു 90 കാണാൻ കയറാമെന്ന്. 90 ആണെന്നാണ് എൻ്റെ വിശ്വാസം. അതെ. അപ്പം 90 കാണാനായിട്ട് നമ്മളത് കയറി, വെറുതെ ഒരു എക്സൈറ്റ്മെൻറ്റിന് വേണ്ടി വെറുതെ കയറിയതാണ്. അപ്പോൾ നമ്മളെല്ലാവരും കയറി റെഡിയായിട്ട് ഇരിപ്പുണ്ട്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇനി ഇതൊരു കണ്ണടിയൊക്കെ അവർ തന്നു. അപ്പോൾ അതൊക്കെ വെച്ച് ഇങ്ങനെ സെറ്റായിട്ട് ഇരിക്കണം. പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനെ കാട്ടി ആക്ച്വലി നന്നായിരുന്നു കേട്ടോ. നാട്ടിൽ കാണുന്നതിന് കാട്ടിക്കൊള്ളായിരുന്നു. ഞാൻ ഓർത്ത് ചുമ്മാ ഒരു 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചിട്ട് അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ അല്ല, കുറച്ച് കൂടുതൽ ടൈമും ഉണ്ടായിരുന്നു, നല്ലതുമായിരുന്നു. അപ്പോൾ അതിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നല്ല ഇങ്ങനെയൊക്കെ വെച്ചിങ്ങനെ ഇരിക്കുമ്പോൾ നല്ല എക്സൈറ്റഡ് ആയിട്ടിരുന്നു എന്താണെന്നുള്ളത് കാണാൻ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇതായിരുന്നു അങ്ങനെ ലേക്കിൽ കടകളിലൊക്കെ കയറി അത്യാവശ്യമുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്തു. അതിനെല്ലാം കഴിഞ്ഞിട്ട് നമ്മളത് ഒരു കടയിൽ കയറി ചായ കുടിക്കാനായിട്ട്. ഇവിടെ വന്നിട്ട് എനിക്ക് ചായ അധികം ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ചായ അല്ല, പാലിനൊക്കെ വേറൊരു ടേസ്റ്റ്. പാൽപ്പൊടിയാണോന്നറിയില്ല, വാങ്ങിക്കും എങ്ങനെയെങ്കിലും കുടിക്കും, അങ്ങനെയായിരുന്നു. പിന്നെ ഇവിടുന്ന് നമ്മളിനി വേറൊരു ചോക്ലേറ്റ് ഫാക്ടറിയിൽ പോവാണ്. ചോക്ലേറ്റ് കുറച്ചേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ കുറച്ചും കൂടെ മേടിക്കണം നാട്ടിലെല്ലാവർക്കും കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് ഇവിടെ ഉള്ളൊരു ചോക്ലേറ്റ് ഫാക്ടറി കണ്ടുപിടിച്ചിട്ട്, വീണ്ടും ഫാക്ടറി അല്ല ഷോപ്പാണ്, അത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയി. നമ്മുടെ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു. ഗൂഗിൾ മാപ്പിട്ട് പോയത് അവിടെ ആ ഏരിയ തന്നെ ആയിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് വന്നു. അവിടെ അവർക്ക് ഹോട്ട് ചോക്ലേറ്റിൻ്റെ പല എന്താ പറയുക ഡെസേർട്ട്സൊക്കെ സെർവ് ചെയ്യുന്ന ഷോപ്സും അവർക്ക് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ചപ്പാത്തിയും ചിക്കനും ബട്ടർ ചിക്കനും നാനും ഒക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് റൂമിലെത്തി. ഫുൾ റെസ്റ്റായിരുന്നു, കിടന്നുറങ്ങി. രാവിലെ ആയപ്പോഴത്തേക്കും നമ്മളത് ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഒന്നാമത്തെ ഒരുപാടൊന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ടോയെന്ന് എനിക്കറിയില്ല. അവിടെ ചെന്നപ്പോൾ നമുക്കങ്ങനെ ഒരുപാട് പ്രത്യേകിച്ച് ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഫീൽ ചെയ്തത്. എനിക്കറിയില്ല, എനിക്കൊരു മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിപ്പായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ പോയൊരു വൈബ് കൊള്ളായിരുന്നു. അല്ലാതെ സ്ഥലങ്ങളൊന്നും അധികം നമുക്ക് എനിക്ക് തോന്നുന്നു, അറിയില്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്നു മൂന്നാറൊക്കെ ഇതിനെക്കാട്ടി കുറച്ചും കൂടെ ബെറ്റർ ആണോ എന്ന് എനിക്കൊരു സംശയം. കാര്യം ഞാൻ മൂന്നാറൊക്കെ പോയപ്പോൾ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്തു. അതിനി ഞാനൊരിടത്തും പോകാത്തതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും 2 ദിവസം ഇങ്ങനെ പോയി. ഒരു ദിവസം ഊട്ടിയും ഒരു ദിവസം കൊടൈക്കനാലും ഉണ്ടായിരുന്നുള്ളൂ.
ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പയ്യെ റോഡ് ട്രിപ്പ് തന്നെയാണ്, പയ്യെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവും. അപ്പോൾ ഇതിൽ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ഗുണ കേവ് ആയിരുന്നു. പിന്നെ നമ്മൾ വേറെ ഏതൊരു ഹില്ലിലും കൂടെ പോയി, ഞാനൊരു വീഡിയോ എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്നുമില്ല, ഒരു മൗണ്ടൻ ടോപ്പ് ഹിൽ മാത്രം, അത്രേ ഉള്ളൂ. ഗുണ കേവ് ആയിരുന്നു ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കൊടൈക്കനാലിൽ എനിക്ക് തോന്നുന്നുള്ളത്. പിന്നെ തണുപ്പ് കൊള്ളാനാണ് ആൾക്കാർ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നല്ല തണുപ്പുണ്ട്, ആ ഒരു വ്യൂ, മൗണ്ടൻ വ്യൂ. പിന്നെ ഊട്ടിയിലാണെങ്കിൽ ഊട്ടി ലേക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഭയങ്കരമായിട്ട് നമുക്ക് ഹൈലൈറ്റ് ആയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അറിയാം വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നല്ല സ്ഥലങ്ങളൊക്കെ വേറെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. എൻ്റെ അറിവിൽ വേറെ സ്ഥലങ്ങളൊന്നുമില്ല, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ പോണ വഴിക്ക് നമ്മളതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല ഇവിടെ നിന്ന് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എനിക്ക് സാമ്പാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു എന്താ പറയുക, ഒരു തൊട്ടി കണ്ടില്ലേ നിങ്ങൾ, നിറയെ സാമ്പാർ അവരോട് വെച്ചു. അപ്പോൾ നമ്മളിങ്ങനെ പറയായിരുന്നു വീട്ടിലെത്തിക്ക് ഇതുപോലെ തുറന്ന് മേടിച്ച് വെക്കണം. അങ്ങനെ പൂരിയും ഒണിയൻ ദോശയും അങ്ങനെയൊക്കെ നമ്മൾ മേടിച്ചു. ഒണിയൻ ഊത്തപ്പം അതൊക്കെയായിരുന്നു ഫുഡ് കഴിച്ച്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ തമിഴ്നാട് നല്ലൊരു സ്ഥലമായിട്ട് ഫീൽ ചെയ്തു. നല്ല റോഡും നല്ല പച്ചപ്പും നല്ല സ്ഥലമായിരുന്നു. അങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അത് വരാത്ത ടാ.